അവരുടെ എല്ലാ നീക്കങ്ങളും നീ വേണം ഇനി നിരീക്ഷിക്കാൻ. എന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കാനുള്ള പദ്ധതിയാണോ അവരുടേതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഏട്ടത്തിനൊപ്പം കൂടി ചതിക്കാനുള്ള പദ്ധതിയായിട്ടാണ് ആ അമ്മയും മോളും കൊണ്ട് വന്നിട്ടുള്ളെങ്കിൽ അതിന്റെ ഫലം അവരനുഭവിക്കും. രണ്ടിന്റെയും മനസ്സിലിരിപ്പ് ഏട്ടത്തിക്ക് ഞാൻ തെളിയിച്ചേരാം. പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഒരു സുഗതൻ മേനോൻ. അമ്മാവന്റെ കേസ് ഇപ്പൊ കോടതിയിൽ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് അയാളാ. പക്ഷെ അയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല. കാഞ്ചനയ്ക്കും അമ്മായിക്കും പോലും അയാളെ അറിയില്ലെന്നാ പറയുന്നേ. അത് കള്ളം. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ കേസ് ഏറ്റെടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന ആളെ അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞ അതിനേക്കാൾ വലിയ കള്ളം വേറെ ഇല്ല. ആ തള്ളയുടെയും മോളുടെയും സഹായം ഇല്ലാതെ അയാൾക്ക് എങ്ങനെ ആ കേസ് നടത്താൻ പറ്റും? എന്റെ മനസ്സിൽ ആ ഒരു സംശയമുണ്ട്. പക്ഷേ ആരുടെ മുന്നിലും ഈ സുഗതൻ മേനോൻ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കോടതിയിൽ അയാൾക്ക് വന്നല്ലേ പറ്റൂ. പക്ഷേ അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? സമയവും ഇല്ല. അയാൾ കോടതിക്ക് മുൻപിൽ എത്തുന്നതിന് മുമ്പ് നീ അയാളെ കണ്ടെത്തണം, എന്റെ മുമ്പിൽ എത്തിക്കണം. ഈ ഏട്ടത്തിക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ? ചെയ്യും. ഏട്ടത്തി പറഞ്ഞ എന്തും ഞാൻ ചെയ്യും. എന്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. ഭൂതകാല ബന്ധത്തിൻ്റെ കണക്കുകളുമായി ആരും കടന്നു വരില്ല എന്ന എൻ്റെ വിശ്വാസം തെറ്റിപ്പോയി. ഇപ്പോൾ അയാൾ ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. ജീവിതത്തിൽ എനിക്കൊരു തുണയാവും എന്ന് ഞാൻ കരുതിയവൾ, അവളെനിക്ക് നഷ്ടപ്പെടും. അത് തീർച്ചയായിരിക്കുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയാ അത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എനിക്ക് ഒരു തീരുമാനമെടുത്തേ പറ്റൂ. ഹൃദയം മുറിയുന്ന വേദനയോടെ ഞാൻ ആ തീരുമാനമെടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. വേണ്ട, താനത് വായിക്കണ്ട. ഇതെന്റെ സ്വകാര്യമായി തന്നെ ഇരുന്നോട്ടെ. സോറി. മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാൻ മുറി വൃത്തിയാക്കാൻ വന്നപ്പോ മേശപ്പുറത്ത്